ഇന്നത്തെ പ്രഭാതത്തിൽ മിഴി തുറന്നപ്പോൾ ആദ്യം കണ്ട വാർത്ത ഇതാണ്. തൊടുക്കുമ്പോൾ 1, പതിക്കുമ്പോൾ 100. ഇറാന്റെ മിസൈലിങ്ങിൽ നട്ടം തിരിഞ്ഞ് ഇസ്രായേൽ. മനോരമ ന്യൂസാണ് ഈ വാർത്ത കൊടുത്തത്. തികച്ചും വ്യാജ വാർത്ത, പച്ച നുണ. ഏകദേശം 90% ഇറാൻ തീർന്നിരിക്കുകയാണ്. ഇനി ഒരു 10% കൂടിയേ ഉള്ളൂ. അതുകൊണ്ട് ഇറാന്റെ ഇത്തരത്തിലുള്ള വ്യാജ വാർത്ത, ഐതിഹാസിക വാർത്ത എന്ന് കൊടുത്ത് മനോരമ നിങ്ങൾ ചെറുതാകാൻ നിൽക്കരുത്. ഞാനിത് കേട്ടപ്പോഴും തകർന്നു പോയി. എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഇറാനെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇതൊരു വെല്ലുവിളിയല്ലത്, കോൺഫിഡൻസ് ആണ്. എന്റെ അക്കച്ചി എൻ ഉയിര്, എന്റെ അക്കച്ചി എൻ ഉടല്, എന്റെ അക്കച്ചിയുടെ എങ്ങാനും രോമത്തിൽ ഒരിറ്റു മണ്ണ് വീണെന്നറിഞ്ഞാൽ ഇറാനെ പിന്നെ നീ ഇല്ല. 90% തീർന്നു കിടക്കുന്ന നീ പിന്നെ ഇല്ല ഇറാനെ. അതുകൊണ്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പ് വേണമെങ്കിൽ എന്റെ അക്കച്ചിയുടെ മേത്ത് ഒരു തുള്ളി മണ്ണ് വീഴാൻ പാടില്ല. വീണാൽ അക്കച്ചിയുടെ പ്രേക്ഷകരായ സുമേഷ് കാവിപ്പടയും സംഘം ഒരു വരവുണ്ട്, അറിയാമല്ലോ. ഹോർമൂസ് കടലിടുക്ക് നിങ്ങൾ അടക്കാൻ ശ്രമിച്ചിട്ടും അതിർത്തികളെ ഭേദിച്ച് സുമേഷ് കാവിപ്പടയും ടീമും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരെ LPG-യുമായി ഇന്ത്യയിലേക്ക് വന്നില്ലേ. ഇനി ഞങ്ങൾ ഒരു വരവ് കൂടി വരും. സുമേഷ് കാവിപ്പടയും ടീം ഒരു വരവ് കൂടി. എന്തിനാണെന്നറിയോ? ഇറാനെ നിന്നെ തീർക്കാൻ വേണ്ടി. അതുകൊണ്ട് ഇസ്രായേൽ താമസിക്കുന്ന എന്റെ അക്കച്ചിയുടെ മേത്ത് ഒരു തുള്ളി മണ്ണ് വീണെന്നറിഞ്ഞാൽ പിന്നെ ഇറാനെ ഭൂപടത്തിൽ പോലെ നീ കാണത്തില്ല. സുമേഷ് കവിപ്പടത്തിന്റെ ആരാ നിനക്ക് അറിഞ്ഞിട്ടില്ല ശരിക്കും.